ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എന്നുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തൊക്കെ പല ആളുകൾക്കും വളരെ ഭീമാകരമായ ബില്ലൊക്കെ വന്ന് നമ്മളൊക്കെ നെട്ടിപ്പോയതാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം ലോക്ക്ഡൗൺ ആയി, എല്ലാവരും വീട്ടിലായി, ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടി, അതുകൊണ്ട് തന്നെ വലിയ ബില്ലുകൾ എല്ലാവർക്കും വന്നു. നമുക്കറിയാം, ഇപ്പോൾ ഒരു മിനിമം യൂണിറ്റ് യൂസ് ചെയ്യുന്നവർക്കും അത് ആ മിനിമം യൂണിറ്റിൻ്റെ മുകളിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ താരിഫിൽ വരുന്ന മാറ്റം, ഇപ്പോൾ ഒരു 300 യൂണിറ്റിൻ്റെ ഒക്കെ മുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ അവർക്ക് 7 രൂപേൻ്റെ ഒക്കെ മുകളിലൊരു യൂണിറ്റിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എത്ര ഉപയോഗിച്ചാൽ ആ എല്ലാ യൂണിറ്റും 7 രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ട, 7 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും വലിയ ബില്ലുകൾ കൂടി വരുന്നത്. സ്വാഭാവികമായിട്ടും ഇനി വരുന്ന കാലഘട്ടങ്ങളിലും ഇലക്ട്രിസിറ്റി ബില്ല് കൂടുകയല്ലാതെ നമുക്കൊരിക്കലും കുറഞ്ഞു വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. കാലം ചെല്ലുന്നിടത്തോളം പുതിയ പുതിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പണ്ടുള്ള കാലങ്ങളിൽ നമുക്കറിയാം, നമുക്കൊക്കെ വന്നിരുന്നൊരു മിനിമം ചാർജ് 2 മാസത്തെ ബില്ല് എന്ന് പറയുന്നത് 200 രൂപയിലൊക്കെ താഴെ വന്നിരുന്നു. കാരണം അന്ന് നമ്മുടെ വീട്ടിൽ കൂടുതൽ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഇല്ല. നമ്മൾ അത്യാവശ്യം വെളിച്ചം ലഭിക്കാനും അതുപോലെ തന്നെ കുറച്ച് ഫാനുകളൊക്കെ മാത്രമായിരുന്നു അന്ന് വർക്ക് ചെയ്തിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ ഒരുവിധം വീടുകളിലൊക്കെ തന്നെ മറ്റുള്ള ഒരുപാട് ഉപകരണങ്ങൾ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് മോട്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇത് കൂടുകയല്ലാതെ കുറഞ്ഞു വരാൻ യാതൊരു ചാൻസുമില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്നുള്ളത് നമുക്ക് മറ്റൊരു മാർഗ്ഗം കണ്ടെത്തുകയാണ്. ഉപയോഗം എന്തായാലും നമുക്ക് കുറക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു മാർഗ്ഗം നമ്മൾ കണ്ടെത്താനുള്ളത് തന്നെയാണ് സോളാർ. തികച്ചും നമുക്ക് ലാഭകരമായ ഒരു പ്രൊജക്റ്റാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകം സോളാർ പാനലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിസിറ്റി ലാഭിക്കുക എന്ന് മാത്രമല്ല, അതിൽ നിന്ന് നമുക്കൊരു ഏണിങ്സ് വരെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോൾ അത് വളർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ 2019 ജനുവരിയിലൊക്കെ ആയിട്ട് അത് KSEBയുടെ ഒരു സ്കീം, സൗരോർജ്ജ സ്കീം വന്നിരുന്നു. KSEB തന്നെ അവരുടെ ഫുൾ ചിലവിൽ നമ്മുടെ റൂഫിൽ പ്ലാന്റ് സ്ഥാപിച്ചു തരും. അതിൽ നിന്നൊരു നിശ്ചിത ശതമാനം നമുക്ക് യൂസ് ചെയ്യണം, ബാക്കി KSEBയിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു ആ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ആളുകൾ അപേക്ഷിച്ചു, പലർക്കും അത് കിട്ടി, ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിനുശേഷം സൗര ഫേസ് 2 എന്നൊരു പ്ലാന്റ്, ഒരു മോഡൽ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സോളാർ പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 രീതിയിലുള്ള സോളാർ സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓൺ ഗ്രിഡ് സിസ്റ്റവും ഒന്ന് ഓഫ് ഗ്രിഡ് സിസ്റ്റവും. അപ്പോൾ എല്ലാവരും സോളാർ പാനൽ സോളാർ പാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഇത് വെക്കാനൊക്കെ ഉദ്ദേശിക്കുമ്പോഴേ നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുള്ളൂ. അപ്പോൾ എനിക്കും പൊതുവേ സോളാർ പാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നുള്ളത്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഈ അടുത്താണ് ഇത് പഠിച്ചെടുത്തത്. പിന്നെ എനിക്ക് വെബ്സൈറ്റുകളിൽ നിന്നും പല ചാനലുകളിലൊക്കെ നിന്ന് ആണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതിലുപരി കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് തിരുവനന്തപുരം KSEBയിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ച് ക്ലിയർ വരുത്തി. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഗവൺമെൻറ് സ്ഥാപിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് പ്ലാന്റാണ്. അതായത് ഓൺ ഗ്രിഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ, അതായത് KSEB തരുന്ന ഇലക്ട്രിസിറ്റി ഉള്ള സമയത്തെ ഈ പ്ലാന്റും വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായില്ല? അതായത് അതിന് ബാക്കപ്പ് ഇല്ല എന്നർത്ഥം. ഇനി ഓഫ് ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് അത് KSEBയുടെ അപ്രൂവലിൻ്റെ ആവശ്യമല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ച് അതിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് അത് പിന്നീട് നമ്മൾ സാധാരണ ഇൻവേർട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആ രീതിയിൽ യൂസ് ചെയ്യുന്നതിനാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഫ് ഗ്രിഡിനെക്കാളും നമുക്ക് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാഭം ഓൺ ഗ്രിഡാണ്. കാരണം നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഓഫ് ഗ്രിഡ് പ്ലാന് വീട്ടിൽ ചെയ്യാം. അതല്ലാതെ മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൺ ഗ്രിഡാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ഗ്രിഡാണ് ലാഭം. കാരണം ഒരു ഓഫ് ഗ്രിഡ് സ്ഥാപിക്കുമ്പോൾ നമുക്ക് ട്യൂബുലർ ബാറ്ററികൾ, നിങ്ങൾക്കറിയാം, ട്യൂബുലർ ബാറ്ററിക്ക് നല്ല പൈസ വരും. അപ്പോൾ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 5 വർഷമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നഷ്ടമായിട്ട് വരാം. അപ്പോൾ ഈ ഗവൺമെൻറ് പറയുന്ന ഈ ഒരു ഓൺ ഗ്രിഡ് പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്ലാന്, എന്തൊക്കെയാണ് അതിൻ്റെ ലാഭം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് KSEBയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം.
ഓക്കെ, അപ്പോൾ KSEBയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എൻ്റെ ഹോം പേജിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം സൗര പുരപ്പുറ സൗരോർജ്ജ പദ്ധതി എന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണാം. അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം 2 രീതിയിലുള്ള പദ്ധതികളാണ് സബ്സിഡി സ്കീം വരുന്നത്. ഒന്ന് 200 യൂണിറ്റ് വരെ ശരാശരി ഉപയോഗിക്കുന്ന, അതായത് നമ്മളൊരു മിനിമം നമ്മൾ ഒരു 200 യൂണിറ്റ് വരെയാണ് നമ്മുടെ വീട്ടിലെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ അത്തരത്തിൽ ഉള്ള കൺസ്യൂമേഴ്സിന്, അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒന്നാമത്തെ കേരള മോഡൽ പ്ലാനാണിത്. ഒന്നാമത്തെ മോഡൽ 1 എന്നുള്ളത് കേരള മോഡലും മറ്റുള്ളത് നോർമൽ സബ്സിഡി പ്ലാനാണ് മോഡൽ 2 എന്നുള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തെ മോഡലിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് 200 യൂണിറ്റ് വരെ മാസം ശരാശരി ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് മാത്രമേ ഒന്നാമത്തെ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൽ മേളിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മോഡൽ 2 എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ മോഡൽ 1ൽ തന്നെ 3 കാറ്റഗറി ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇപ്പോൾ കേരള മോഡൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മിനിമം 2 കിലോവാട്ട് മുതൽ ആണ് നമ്മൾ ഈ പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുക. ഇതിൻ്റെ മെയിൻ്റനൻസ് നോക്കുകയാണെങ്കിൽ 25 വർഷത്തോളം KSEB തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാ കാര്യങ്ങളും നോക്കും. പിന്നെ അതിൽ അവൈലബിൾ ആയ ഓപ്ഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IA, IB, IC എന്നുള്ള 3 കാറ്റഗറിയാണ്. അപ്പോൾ ഈ IA എന്നുള്ളത് ഒരു മിനിമം യൂസറാണ്, അതായത് ഒരു മന്തിൽ ഒരു 120 യൂണിറ്റ് വരെ യൂസ് ചെയ്യുന്ന ഒരു ഉപഭോക്താവിനാണെങ്കിൽ ഈ IA പ്ലാന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൽ ടോട്ടൽ കോസ്റ്റിൻ്റെ, അതായത് ഈ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള കോസ്റ്റിൻ്റെ 12% മാത്രം ഈ ഉപഭോക്താവ് നൽകിയാൽ മതി. അപ്പോൾ പ്ലാന്റ് സ്ഥാപിക്കാൻ ഗവൺമെൻറ് പറയുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് 1 കിലോവാട്ടിന് 54,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 12% മാത്രമാണ് ഈ ഒന്നാമത്തെ IA എന്നുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ ഉപഭോക്താവ് നൽകേണ്ടത്. അപ്പോൾ മിനിമം ഒരു 2 കിലോവാട്ടെങ്കിലും നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കണം. 1 കിലോവാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എനർജി എന്ന് പറയുന്നത് 4 മുതൽ 4.5 യൂണിറ്റാണ് ഒരു ദിവസം. ഓക്കെ, അപ്പോൾ 2 കിലോവാറ്റിൻ്റെ പ്ലാന്റാണ് നമ്മൾ സ്ഥാപിച്ചത് വെച്ചാൽ നമുക്കൊരു ദിവസം ഒരു 8 മുതൽ 9 യൂണിറ്റ് വരെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ 25% മാത്രം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബാക്കി 75% KSEBയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 8 യൂണിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 8 യൂണിറ്റ് 2 കിലോവാട്ടിൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് നമുക്കതിൽ നിന്ന് 8 യൂണിറ്റ് കിട്ടും. അങ്ങനെ ഒരു മാസം നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്നത് എനർജി എന്ന് പറയുന്നത് 240 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ ഒരു 60 യൂണിറ്റ് എന്താണ്, 240 നിന്നും 60 യൂണിറ്റ് നമുക്ക് ലഭിക്കും. ബാക്കി വരുന്ന 150ഓളം യൂണിറ്റ് KSEBയിലേക്ക് പോകും. അപ്പോൾ ഒരു 120 യൂണിറ്റ് പെർ മന്ത് യൂസ് ചെയ്യുന്ന ഒരു ഉപഭോക്താവിന് എന്താവും, അതിൽ നിന്ന് 60 യൂണിറ്റ്, അതായത് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ പകുതി അപ്പോൾ തന്നെ കുറഞ്ഞു. മനസ്സിലായോ? 120 യൂണിറ്റിൽ നിന്നും 60 യൂണിറ്റ് നമുക്കിതിൽ നിന്നും കിട്ടി. ബാക്കി 60 യൂണിറ്റിന് മാത്രം നമ്മൾ ഇലക്ട്രിക് ബില്ല് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നീടുള്ള രണ്ടാമത്തെ പ്ലാൻ പറയുന്നത് IB. ഇത് 150 യൂണിറ്റ് വരെ ഒരു മാസം ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിനാണ് ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതും ഇതുപോലെ തന്നെ നമുക്ക് 20%, ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൻ്റെ 20% നമ്മൾ മുതൽ മുടക്കേണ്ടത്. അതിൻ്റെ റിട്ടേൺസ്, അതായത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ 40% നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബാക്കി 60% KSEBയിലേക്ക് പോവുക. പിന്നീടുള്ളത് അതിൽ IC എന്നുള്ളത്, അതായത് 200 യൂണിറ്റ് വരെ മാസം ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിന് ആണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതിൽ പ്ലാന്റിൻ്റെ 25% നമ്മൾ മുതൽ മുടക്കേണ്ടത്. അതിൻ്റെ 50% നമുക്കും 50% KSEBയിലേക്കാണ് ഇതിൻ്റെ ഉൽപ്പാദനത്തിന്. അതായത് 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് 50 യൂണിറ്റ് നമുക്കും 50 യൂണിറ്റ് KSEBയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേരള മോഡൽ 1 എന്നുള്ള പ്ലാനിനുള്ള 3 കാറ്റഗറികൾ. ഇനി ഈ 200 യൂണിറ്റിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന ഉപഭോക്താവാണെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് മോഡൽ 2 എന്നുള്ളത്, അതായത് നോർമൽ സബ്സിഡി. ഇതിൽ ഈ സ്ഥാപിക്കുന്ന പ്ലാന്റിൻ്റെ മുഴുവൻ എമൗണ്ട് നമ്മൾ മുതൽ മുടക്കണം. പക്ഷേ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ എനർജിയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ സ്കീമിൽ ഒരു 2 കിലോവാട്ടിൻ്റെ ഒരു പ്ലാന്റ് ഈ മോഡൽ 2ൽ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ 8 യൂണിറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ആ 8 യൂണിറ്റ് നമുക്ക്
എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 8 യൂണിറ്റാണ് പെർ ഡേ. എങ്ങനെ വെച്ചാൽ 200ൻ്റെ മുകളിൽ വരുമ്പോൾ 8 യൂണിറ്റ് ആകുമ്പോൾ 240 യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മളെ ഉപയോഗം ഒരു മാസം എന്ന് വെച്ചാൽ നമുക്ക് 240 യൂണിറ്റും ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നീട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഒരു മിനിമം ചാർജ് ഉണ്ടാകുമല്ലോ, ഓരോ സ്ലാബിനനുസരിച്ച് ഒരു യൂണിറ്റ് ഇപ്പോൾ ഒരു 200-250 യൂണിറ്റിൻ്റെ ഒക്കെ മുകളിൽ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 100 രൂപ എങ്ങനെ ഫിക്സഡ് ചാർജ് ഉണ്ടാവും. അത് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. ഇനി അത് കൂടുതൽ വലിയ പ്ലാന്റുകൾ വെക്കാം. നമുക്ക് അത്ര ഒരു 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു 20 യൂണിറ്റിൻ്റെ മുകളിലൊക്കെ ഒരു ദിവസം ഉൽപ്പാദനം ഉണ്ടാവും. അപ്പോൾ ഒരു നോർമലി ഒരു 10 യൂണിറ്റാണ് നമ്മുടെ വീട്ടിലെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ബാക്കി 10-12 യൂണിറ്റോളം നമുക്ക് KSEB കൊടുക്കാം. ഈ കൊടുക്കുന്ന ഈ എനർജിക്ക് നമുക്ക് ഒരു വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺസ് നമുക്ക് ക്യാഷായിട്ട് ലഭിക്കുകയും ചെയ്യും. ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം യൂണിറ്റ് KSEBിലേക്ക് സപ്ലൈ ചെയ്ത് വെച്ചാൽ അതിനുള്ള ഒരു എമൗണ്ട് നമുക്ക് KSEB ഇങ്ങോട്ട് തരുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ഇലക്ട്രിസിറ്റിയും ലാഭമായി, ഇലക്ട്രിസിറ്റി ബില്ലും ലാഭമായി. അതിനെക്കുറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിശ്ചിത വരുമാനം നമുക്ക് ഈ ഒരു സോളാർ പാനലിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സ്ഥാപിക്കുന്ന പ്ലാന്റിൻ്റെ ഒരു മുടക്ക് മുതൽ ഒരു 4-5 വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും. പിന്നീട് ലൈഫ് ടൈം അത് നമുക്ക് എന്താ ചെയ്യും, ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 3 കിലോ വാട്ടിൻ്റെ പ്ലാന്റ് വരെ നമ്മൾ ഈ ഒരു സ്കീമിൽ രണ്ടാമത്തെ മോഡൽ 2ൽ സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് 40% സബ്സിഡി നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 2 കിലോ വാട്ടിൻ്റെ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് ഇതിൽ നമ്മൾ സ്ഥാപിക്കുന്നത് വെച്ചാൽ നമ്മൾ 51,599 രൂപ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് 40% സബ്സിഡി ലഭിക്കും. ഇനി ഒരു 5 യൂണിറ്റ് പ്ലാന്റാണ് അല്ലെങ്കിൽ ഒരു 4 യൂണിറ്റാണ് നിങ്ങൾ സ്ഥാപിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു 16-17 യൂണിറ്റോളം കറണ്ട് ഒരു ദിവസം ലഭിക്കും. അങ്ങനത്തെ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ 1,06,340 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പ്ലാന്റിൻ്റെ മൊത്തം എമൗണ്ടിൽ നിന്നിട്ട് 40% സബ്സിഡി കഴിച്ചിട്ടില്ല ഈ ഒരു എമൗണ്ടാണ് നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള KSEBിയുടെ സ്കീമുകൾ. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ 200 യൂണിറ്റിൻ്റെ താഴെയുള്ള ഉപയോഗിക്കുന്ന ഒരു അത്ര ആളുകൾക്ക് ഈ ഒന്നാമത്തെ പ്ലാൻ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്ലാൻ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് നിങ്ങൾ എന്താ വെച്ചാൽ ഇതിൽ KSEBിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ അത് ലോഗിൻ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ ഈ KSEBിയുടെ ഈ ഓൺലൈൻ പോർട്ടലിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അവിടെ ന്യൂ യൂസർ ഉണ്ട്, അവിടെ കൊടുത്തിട്ട് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ബിൽ നമ്പർ ലാസ്റ്റ് 5 ഡിജിറ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബില്ലിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് ഇവിടെ കൊടുത്തിട്ട് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൂടെ ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഈ ലോഗിൻ ചെയ്ത അക്കൗണ്ടിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം സൗര സബ്സിഡി പ്രൊജക്റ്റ് എന്നുള്ളത്. ഓക്കെ. സൗര സബ്സിഡി പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലോഗിൻ ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്ലാനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു ആവറേജ് കൺസപ്ഷൻ എത്രയാണെന്ന് ഇവിടെ നിങ്ങളെ അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ കാണാം. അപ്പോൾ എൻ്റെ ഒരു ആവറേജ് കൺസപ്ഷൻ എന്ന് പറയുന്നത് 217 യൂണിറ്റാണ്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ സ്കീമിൽ മാത്രം, അതായത് ഇപ്പോൾ ഈ ബാക്കിയൊന്നും നമുക്ക് ആക്റ്റീവ് അല്ല. കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ മോഡൽ 1ഉം മോഡൽ IB IC ഒന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു മോഡലിൽ മാത്രമാണ്, മോഡൽ 2ൽ. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ സോളാർ കപ്പാസിറ്റി പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എത്ര വേണ്ടത് വെച്ചാൽ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഒരു 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റാണ് സ്ഥാപിക്കുന്നത് വെച്ചാൽ ഞാൻ അപ്പോൾ 5 കൊടുത്തു. അപ്പോൾ 5 കിലോ വാട്ടിന് ആദ്യത്തെ 3 കിലോ വാട്ടിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 40% സബ്സിഡിയും പിന്നെയുള്ള 2 കിലോ വാട്ടിന് 20% സബ്സിഡിയാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെ ഒരു 5 കിലോ വാട്ടിൻ്റെ പ്ലാന്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 1,39,060 രൂപയോളം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതായത് സബ്സിഡി അയച്ചിട്ടില്ല എമൗണ്ട്. ഈ ഒരു 5 കിലോ വാട്ട് നമ്മൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് അല്ലാത്ത KSEB അല്ലാത്ത പുറത്ത് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഈ ഓൺ ഗ്രിഡ് സ്ഥാപിക്കണമെങ്കിൽ. അപ്പോൾ ഈ പ്ലാന്റ് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് കപ്പാസിറ്റി എൻ്റർ ചെയ്യുക, എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1000 രൂപ പ്ലസ് GST ആണ് ഇതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് 1190 രൂപയാണ് നമ്മൾ ഇതിന് ഈ ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കേണ്ടത്. എന്നിട്ട് പ്രൊസീഡ് കൊടുത്തിട്ട് നമുക്ക്
പേയ്മെൻറ്റ് ചെയ്യുക. നമ്മുടെ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്താൽ എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല. അവർ അപ്ലൈ ചെയ്തതിന് ശേഷം KSEBയിലെ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്ന് ഇത് നോക്കും. നമ്മളെ ഏരിയയിൽ അതിനുള്ള കപ്പാസിറ്റി, നമ്മുടെ ട്രാൻസ്ഫോമറിൽ അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് അതൊക്കെ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സോളാർ സ്ഥാപിക്കാൻ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണോ റൂഫിൽ എന്നൊക്കെ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കിതിന് അപ്രൂവൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്തിടുക. വളരെ നമുക്ക് നല്ല ബെനിഫിറ്റുള്ളൊരു സംഭവമാണത്. ഇനി ഫ്യൂച്ചറിലൊക്കെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിസിറ്റിൻ്റെ ഉപയോഗം കൂടും. കാരണം ഇനി ഭാവിയിൽ വരുന്ന വാഹനങ്ങൾ, നമ്മളൊരു വാഹനം വാങ്ങണമെങ്കിലൊക്കെ ഇലക്ട്രിക് വാഹനമായിരിക്കും വാങ്ങുക. ഈവൻ ഒരു സ്കൂട്ടർ വാങ്ങുകയാണെങ്കിൽ പോലും ഇലക്ട്രിക് ആയിരിക്കും നമ്മൾ വാങ്ങുക. അപ്പോൾ അതിനൊക്കെ ഇലക്ട്രിസിറ്റി നമുക്ക് ഫ്രീ കോസ്റ്റിൽ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ സാധിക്കും ഇത്തരം പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ സോളാർ പ്ലാന്റിനെ കുറിച്ച്, KSEBയുടെ സോളാർ പ്ലാന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഞാനിതിനൊന്ന് അപേക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചെടുത്തതാണ്. ആ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിന് നിങ്ങൾ കൂടുതൽ സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KSEBയുമായിട്ട് ബന്ധപ്പെടാം. KSEBയുടെ ടോൾ ഫ്രീ നമ്പർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ വിളിച്ച് 24/7 ഏത് സമയത്തും നിങ്ങൾക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ അവർ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരാം. അതല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ അതിന് മറുപടി തരും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുക. കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ നല്ല അറിവുകളുമായി പുതിയ വീഡിയോയുമായി അടുത്ത് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ നൗഷാദ്, signing off.